തെരച്ചിലിന്റെ 9ാം നാൾ അർജുന്റെ ലോറി കണ്ടെത്തി. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് എക്സ്കവേറ്റർ ബൂം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സ്ഥിരീകരിച്ച് കാർവാർ SP. നദിക്കടിയിൽ ട്രക്ക് കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രിയുടെ ട്വീറ്റ്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിൽ വേഗത്തിലാക്കാൻ കർണാടക ഹൈക്കോടതി നിർദ്ദേശം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ. ഹൈക്കോടതി സ്റ്റേ ഒരാഴ്ചത്തേക്ക്. നേപ്പാളിൽ വിമാനം തകർന്നു വീണു. 19 യാത്രക്കാരിൽ 18 പേര് മരിച്ചു. അപകടം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ. ബജറ്റിൽ NDA ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് കാട്ടി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. In the true spirit of democracy, they don't even want. ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമുള്ള ബജറ്റെന്ന് മല്ലികാർജുൻ ഖാർഗെ. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ലെന്ന് ധനമന്ത്രിയുടെ മറുപടി. അമഴയഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടി. ഹെൽത്ത് ഇൻസ്പെക്ടർ K. ഗണേഷിനെ സസ്പെൻഡ് ചെയ്തു. തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. നടപടി കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന്. ഇടുക്കി മറയൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. നിർമ്മാണത്തിലിരുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തിരുവനന്തപുരം മംഗലാപുരം ടെക്നോസിറ്റി ക്യാമ്പസിൽ കാട്ടുപോത്ത്. പാരീസ് ഒളിമ്പിക്സിന് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ ഫുട്ബോളിൽ അർജന്റീന മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ താരങ്ങൾക്ക് നാളെ അരങ്ങേറ്റം.